Hello my dears, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വീക്കെൻഡ് ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ സ്പെഷ്യലായിട്ട് ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ സൈഡിൽ ഹരിയാലി ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ലഞ്ച് ഗീ റൈസ് പിന്നെ ഹരിയാലി ചിക്കൻ, ഇത് രണ്ടിനും റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഗീ റൈസിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഗീ റൈസ് ഉണ്ടാക്കുന്നത് ബസ്മതി റൈസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കുക്കറിലല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. റൈസിന് വേണ്ട മസാലയൊക്കെ ഒന്ന് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നെയ്യും കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, സ്റ്റാർ അനീസ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബേ ലീഫ് വന്നിട്ട് ചെറിയ 2 ബേ ലീഫും ഏലക്ക ഒരു 2-3 എണ്ണവും, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു സ്റ്റാർ അനീസ്, 3-4 ഗ്രാമ്പു ഇത്രയാണ് ചേർത്തേക്കുന്നത്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 10 തൊട്ട് 15 കാഷ്യൂനട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്യൂനട്ടിൻ്റെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ റൈസ് മോളും കൂടി കഴിക്കുന്നതുകൊണ്ട് ഓവർ സ്പൈസി ആക്കിയില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എരിവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ 2 അല്ലെങ്കിൽ 3-4 പച്ചമുളകൊക്കെ ആവാം. അപ്പോൾ പച്ചമുളകും ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ചൂടാക്കി എന്നിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഉള്ളിയാണ് എടുത്തേക്കുന്നത്, ഒരു വലിയ സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് മാറി അത്യാവശ്യം ഒന്ന് വാടി വരട്ടെ, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളി ഒന്നുമല്ല, മീഡിയം സൈസിലുള്ള ഒരു തക്കാളി. നല്ല പഴുത്ത തക്കാളിയാണ്, അത്യാവശ്യം പുളിയുള്ള തക്കാളിയും കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുളി ഇല്ലാത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 വരെയൊക്കെ ആവാം. നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി മതിയാവും. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് വരാനായിട്ട്, ഒന്ന് ഉടഞ്ഞു വരാനായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നോളും, കാരണം നല്ലതുപോലെ പഴുത്ത തക്കാളി ആയതുകൊണ്ട്. പിന്നീട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. രണ്ടും ഒരേ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതിയാവേ. ഒരുപാടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ റൈസിന് അതിൻ്റെ സ്മെല്ലായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മതിയാകും. ഒരു 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ മല്ലിയില ഇങ്ങനെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കും. അതേപോലെ അതേ അളവിൽ പുതിനയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പുതിനയിലയും മല്ലിയിലയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി ഇല്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതേപോലെ തക്കാളിയും ഓവറായിട്ട് പുളി ഇല്ലാത്തത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ റൈസിന് ഭയങ്കരമായിട്ട് പുളി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അധികം പുളിയില്ലാത്ത തൈരും അധികം പുളിയില്ലാത്ത തക്കാളിയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ തൈരും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. പക്ഷെ ഞാനിവിടെ വെള്ളത്തിന് പകരം പകുതി തേങ്ങാപ്പാലും ബാക്കി പകുതിയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് 1.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അതിൽ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി 1/2 ഗ്ലാസ് ആണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് 1/2 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കാം. അതല്ല വെറും തേങ്ങാപ്പാലിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാനിവിടെ 2 പകുതി 1 ഗ്ലാസ് തേങ്ങാപ്പാലും 1/2 ഗ്ലാസ് വെള്ളവും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറും തേങ്ങാപ്പാലിലും ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഏകദേശം നമ്മുടെ ഈ കോക്കനട്ട് മിൽക്ക് പുലാവൊക്കെ ഇല്ലേ, അതുപോലെ ഉണ്ടാവും. നല്ല മണവും നല്ല ടേസ്റ്റും നല്ല ടെക്സ്ചറൊക്കെ ആയിരിക്കും. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ. ഈ സമയത്ത് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ച റൈസാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മെല്ലെ മിക്സ് ചെയ്തെടുത്താൽ മതി, കാരണം അരി ഓൾറെഡി കുതിർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും അരിയൊക്കെ ഒന്ന് തിളച്ച് വരും. ആ സമയത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച്
വെച്ച് അതിന് മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് അങ്ങ് വെക്കണേ. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുക. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം കേട്ടോ. ചിലപ്പം പെട്ടെന്ന് ചൂട് കൂടിയിട്ട് വെന്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ അങ്ങ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെച്ചേക്കായിരുന്നേ. ഏകദേശം ഒരു 10-25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നു നോക്കുന്നത്. അപ്പോഴേക്കും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതെ നല്ല പൊടിയായിട്ട് തന്നെ നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാൻ. അതേപോലെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മൾ സാധാരണ കഴിക്കുന്ന ഗീ റൈസിൽ നിന്ന് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഹരിയാലി ചിക്കൻ ആയിരുന്നു. രണ്ടും നല്ല കോംബോ ആയിരുന്നു കേട്ടോ. ഓവർ സ്പൈസി ആക്കാൻ നിന്നില്ല, കാരണം മോക്കും കൂടി വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ഓവർ സ്പൈസി ആക്കിയില്ല ഇപ്രാവശ്യം. എന്തായാലും ഹരിയാലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് നെയ്യ് മാത്രമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പിന്നീട് ഹോൾ സ്പൈസസ് ആയിട്ട് 2 ബേ ലീഫും പട്ടയുടെ കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു സ്റ്റാർ അനീസും ഒരു 2-3 ഏലക്ക, കുറച്ച് ഗ്രാമ്പു ഇത്രയും ചേർത്തു. അതല്ലാതെ 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളകും ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയെടുത്തു. ജസ്റ്റ് മസാല ഒന്ന് ചൂടായി വന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. നമ്മുടെ ഹരിയാലി ചിക്കൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രീൻ കളറാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയില, അതേ അളവിൽ പുതിനയിലയും ചേർത്ത് കൊടുത്തു. 8 തൊട്ട് 10 വരെ കാഷ്യൂനട്ടും ചേർത്ത് കൊടുത്തു. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് തൈരും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മളവിടെ ഗ്രേവി റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഉള്ളിയുടെ കളറൊക്കെ നല്ലതുപോലെ മാറി പിങ്ക് കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന 1/2 കിലോ ചിക്കനാണ് കേട്ടോ. വിത്ത് ബോണോട് കൂടിയുള്ള ചിക്കനാണ്. ബോൺലെസ് ആണെങ്കിലും നല്ലതായിരിക്കുമേ. ഞാനിവിടെ വിത്ത് ബോണാണ് എടുത്തേക്കുന്നത്. 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഉള്ളിയൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ടിട്ട് ചിക്കനിൽ, എന്നിട്ട് ഇതങ്ങ് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ടെൻഡർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഒരുപാട് കുക്കിംഗ് ടൈം ഇല്ല. നിങ്ങൾ സാധാരണ ചിക്കൻ ആണെങ്കിൽ നോക്കിയിട്ട് കുക്കിംഗ് ടൈമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ പെട്ടെന്ന് ആക്കി കിട്ടിക്കോളും. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ആ ഒരു സമയം കൊണ്ട് ചിക്കനിലെ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങും. പിന്നീട് തുറന്ന് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ 1 ടീസ്പൂൺ ഗരം മസാല. ഇതിപ്പോൾ 1/2 കിലോ ചിക്കനുള്ള ഒരു അളവാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ഈ മസാലയൊക്കെ, ഈ പൊടികളൊക്കെ ചിക്കനിൽ നന്നായിട്ട് കോട്ടായി കിട്ടുന്ന പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണേ. മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് കോട്ടായി കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഗ്രേവിയും കൂടി ചേർക്കാം. നമ്മൾ മസാലപ്പൊടി ചേർത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കുന്നൊന്നുമില്ല കേട്ടോ. ഗ്രേവിയും രണ്ടും ഒരുമിച്ച് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. അപ്പം ഞാനിതിലേക്ക് ഗ്രേവി ഒഴിച്ചു കൊടുത്തു, ചാറ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ജാറിലിട്ടിട്ട് അതും കൂടി ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. പിന്നീട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനിയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ മിനിമം ഒരു 10 തൊട്ട് 15 മിനിറ്റെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് ടെൻഡർ ചിക്കൻ ആയതുകൊണ്ടാണ് മിനിമം 10 തൊട്ട് 15 മിനിറ്റ്. നിങ്ങൾ സാധാരണ ചിക്കനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുക്കിംഗ് ടൈമും അതേപോലെ ചിക്കൻ വെന്തോ ഇല്ലെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടച്ച് വെച്ചു. ഏകദേശം ഒരു 15 തൊട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞു വരും. അതേപോലെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരും. അപ്പോൾ അതിനർത്ഥം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് നാരങ്ങ നീരും 1 ടീസ്പൂൺ കസൂർ മേത്തിയും ചേർത്ത് കൊടുത്തു. ഇനിയെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അങ്ങനെ അടച്ച് വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ടുണ്ടാവും. ഇത് ചപ്പാത്തിക്കൊക്കെ നല്ല കോംബോ ആണ് കേട്ടോ. ഗീ റൈസും ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റ് കോംബോ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ ഈ 2 റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ കോംബോ അടിപൊളിയല്ലേ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അൺടിൽ ദെൻ ടാറ്റാ ബൈ.